അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വാമൂസ് തെക്കൻ. ഞായറാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച രാത്രിയിൽ താത്തായുടെ മോളും മരുമകനും വന്നിരുന്നു കേട്ടോ. പറയാതെയാണ് പെട്ടെന്നാണ് അവരെത്തിയത്. പിന്നെ അന്ന് ഞങ്ങൾ രാത്രി ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ആയിരുന്നു. അതൊന്നും വീഡിയോ ഒന്നും എടുത്തിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസത്തിന് രാവിലെ ഇതാ കലക്കി പറഞ്ഞ അപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ടിരുന്നു. അതിനുള്ള അരിയൊക്കെ ഞാൻ നല്ലപോലെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം തന്നെയൊക്കെ അവർ വന്നതിന് ശേഷം പോയി കോഴിയൊക്കെ എടുത്തിട്ട് വന്നിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തരച്ചിട്ട് കറി വയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാനിപ്പോൾ തേങ്ങയൊക്കെ വറുക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഇക്ക വെട്ടാനൊക്കെ പോയിരുന്നു. ഇക്കാക്ക് സേമിയ ഉപ്മാവൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയിൽ നിൽക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 3:15 അത്രയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ എണീറ്റതാണ്. പിന്നെ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചായയും കടിയൊക്കെ വേഗം റെഡിയാക്കണം. ഉച്ചക്കലേക്കുള്ള ഫുഡൊക്കെ ആക്കണം. പിന്നെ പാലെടുക്കാനും പോകണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇക്കന്ന് വെട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വിളിക്കാൻ വരികയാണ് കേട്ടോ ചെയ്യാം. ഞായറാഴ്ച ദിവസങ്ങളിലൊന്നും ഈ ഭാഗത്തൂടെ ബസ്സൊന്നും ഓടാറില്ല. അപ്പോൾ ഞാനിത് അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തി. ഒരു കുറച്ച് അതും ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി ഞങ്ങൾ റെഡിയാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ തേങ്ങ ഒരുപാട് അങ്ങോട്ട് വറുക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കളറ് മാറിയെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു ഈർപ്പം ഒന്ന് പോയി കിട്ടുന്നത് വരെ ഞാൻ ചൂടാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിത് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പില ചെറിയുള്ളി അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചിക്കനിൽ ആദ്യം തന്നെ ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇതെല്ലാം കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം കൂടി നല്ലപോലെ പുരട്ടി കുഴച്ച് ഒരു 10-20 മിനിറ്റ് ഞാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ വറുക്കുന്നതിൽ കുറേശ്ശേ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം ഓരോന്ന് റെഡിയാക്കി വെച്ച് അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയൊക്കെ ഈസി ആയിരിക്കില്ല. അപ്പോൾ ഇന്ന് കുട്ടികൾ മദ്രസയിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഇവരെയൊക്കെ കണ്ടപ്പോൾ രണ്ടുപേർക്കും ഒരു മടി. അപ്പോൾ പിന്നെ ഞാനും അയച്ചൊന്നുമില്ല, എന്ന് അവരിങ്ങനെ പോകുന്നില്ല എന്നൊക്കെ രാവിലെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ കത്തിക്കാൻ വിറക് എന്തൊക്കെയോ കുറച്ച് വിറകുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ടൊന്ന് തീയൊക്കെ പിടിപ്പിച്ചൊന്ന് വേഗം കത്തിച്ചെടുത്തോട്ടാ. അങ്ങനെ ഞാൻ ആദ്യം അപ്പമൊക്കെ ചുട്ട് വയ്ക്കുകയാണ്. പിന്നെ ഇത് അപ്പം ചുടുന്നതിന് മുമ്പ് തന്നെ ഞാൻ തേങ്ങയൊക്കെ അരച്ച് വെച്ചിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ അപ്പം ചുടാൻ നിന്നാൽ വേറൊരു പണിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാനൊന്നും പറ്റില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് ചായയും കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇരുന്നൊന്നും ചായ കുടിക്കുന്നൊന്നും ഇല്ല കേട്ടോ. അവിടെ തന്നെ നിന്നിട്ട് തന്നെയാണ് ചായയൊക്കെ കുടിക്കുന്നത്. ഈ സമയം ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വിസിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത്. അപ്പോൾ എല്ലാം കറക്റ്റ് ഒരു അളവിന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ അരപ്പം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കും. ആ ഒരു തേങ്ങൻ്റെ ഒരു മണമൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് തേങ്ങ വറുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തേങ്ങൻ്റെ ഒരു ഈർപ്പം പോയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആ ചിക്കൻ കറിയിലേക്ക് കുറച്ച് ഉള്ളി വറുത്തിടുന്നുണ്ട്. കാരണം നമ്മൾ വഴറ്റാതെ വെച്ച കറിയാണല്ലോ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മൂടി വയ്ക്കുക. അവർ ശനിയാഴ്ച പെരിന്തൽമണ്ണയ്ക്ക് വേറൊരു ആവശ്യത്തിന് വന്നതായിരുന്നു കേട്ടോ. അതാണ് പെട്ടെന്ന് അവരിവിടെ എത്തിയത്. പിന്നെ ഞാൻ അങ്ങനെ വേറെ ചിക്കൻ കറിയും റെഡിയാക്കിയിട്ട് പാലെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുമ്പോഴേക്കും നെയ്ച്ചോറൊക്കെ 2 പേരും കൂടി വേഗം വെച്ചോന്ന് കേട്ടോ. തമാശയ്ക്ക് അങ്ങനെ പറഞ്ഞാലും ഞാൻ വരുമ്പോഴേക്കും 2 മോളും മരുമോനും കൂടി നിന്ന് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ താത്താടെ മരുമോന് നല്ലോണം കുക്കൊക്കെ ചെയ്യും കേട്ടോ. കറി, ചോറ്, ബിരിയാണി, നെയ്ച്ചോറ്, സാമ്പാർ എന്തും അടുക്കളയിലെല്ലാം വർക്കുകൾ നല്ലോണം പണികളൊക്കെ അറിയുന്നതാണ്. അപ്പോൾ ഒന്ന് അവൻ്റെ വകയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ വരുമ്പോഴേക്കും 2 പേരും കൂടി നിന്ന് നെയ്ച്ചോറൊക്കെ വെച്ചിരിക്കണം. പിന്നെ കുറച്ച് ചിക്കനും പൊരിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ വിരുന്നുകാർക്ക് ഒരു ചെറിയൊരു പണി ഞാൻ കൊടുത്തതാണ്. എപ്പോഴും നമ്മൾ തന്നെ വെച്ച് കഴിക്കുന്നതിനേക്കാളും ഒരിതാണ് മറ്റുള്ളവരിങ്ങനെ വെച്ചിട്ട് അത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ജെസ്സി പറയുന്നുണ്ട് എന്നെയൊന്നും വീഡിയോയിലൊന്നും പെടുത്തണ്ട, എന്നെ വീഡിയോ ഒന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ഒരു സൈഡ് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാലും അവർ വന്നു എന്നുള്ളതൊക്കെ നമ്മളൊന്ന് നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് അറിയിക്കണ്ടേ എന്ന് വെച്ചിട്ട് ഞാൻ കുറേശ്ശെ ഭാഗങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ പച്ചമുളകും കുക്കമ്പറും സബോളയൊക്കെ ഒന്ന് തൈര് ഇളക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ സലാഡിന്. അപ്പോൾ അവൾ ഇവിടെ നിന്ന് കോഴിയൊക്കെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ താത്താടെ മോള്. പിന്നെ അതിലും ഷെബീറും കൂടെ സ്പ്രൈറ്റ് അങ്ങനെ എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിരിക്കുകയാണ്. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതൊക്കെ അവർ പോയ ദിവസം അന്ന് രാത്രിയിലാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ മൊബൈൽ നിർത്തി പിടിച്ചിട്ടാണ് കേട്ടോ മോള് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന നേരത്തെ ഞാൻ കണ്ടത്. അപ്പോൾ അതാ കുറച്ച് നെയ്ച്ചോറൊക്കെ ബാക്കി വന്നു. അതൊക്കെ ഒരു ചെറിയൊരു ബോക്സിലാക്കിയിട്ട് അതും ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ച് തുടച്ചെടുക്കണം. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ചതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.